കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ ഒന്നാം പ്രതി രാഹുൽ പി ഗോപാലിനെ ജർമ്മനിയിൽ നിന്നും തിരിച്ചെത്തിക്കാനുള്ള നടപടി പുരോഗമിക്കുന്നു. രാഹുലിനെ തിരിച്ചെത്തിക്കണമെന്ന CBI ഡയറക്ടറുടെ അപേക്ഷ ഇന്റർപോളിന് ലഭിച്ചു. ഇത് സംബന്ധിച്ച അറിയിപ്പ് CBIയിൽ നിന്നും കേരള പോലീസിന് ലഭിച്ചതായി പന്തീരാങ്കാവ് പോലീസ് വ്യക്തമാക്കി. ഗാർഹിക പീഡന പരാതി ഉയർന്നതിനെ തുടർന്ന് വിദേശത്തേക്ക് കടന്ന രാഹുലിനെ തിരികെ എത്തിക്കാനുള്ള ശ്രമം പോലീസ് നേരത്തെ ആരംഭിച്ചിരുന്നു. എംബസി മുഖേന രാഹുലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതിനായി ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാൻ നൽകിയ അപേക്ഷ ഇന്റർപോളിന്റെ ആസ്ഥാനമായ ഫ്രാൻസിലെ ലിയോണിൽ എത്തിയതായി പന്തീരാങ്കാവ് പോലീസ് സ്ഥിരീകരിച്ചു. അത് സംബന്ധിച്ച അറിയിപ്പ് CBIയിൽ നിന്ന് കേരള പോലീസിന് ലഭിച്ചതായും അന്വേഷണ സംഘം വ്യക്തമാക്കി. മെയ് 5-നായിരുന്നു കോഴിക്കോട് പന്തീരാങ്കാവ് സ്വദേശി രാഹുലും എറണാകുളം സ്വദേശിയും വിവാഹിതരായത്. വിവാഹത്തിന് ശേഷം 11-ാം തീയതി രാഹുലിന്റെ വീട്ടിൽ വിരുന്നിനെത്തിയ യുവതിയുടെ ബന്ധുക്കൾ വഴിയാണ് പീഡന വിവരം പുറത്തുവന്നത്. തുടർന്ന് രാഹുലിനെതിരെ പരാതി നൽകിയ യുവതി ബന്ധുക്കളുടെ കൂടെ എറണാകുളത്തേക്ക് മടങ്ങുകയും ചെയ്തു. കേസിൽ രാഹുലിന്റെ അമ്മയും സഹോദരിയും പ്രതികളാണ്. അതേസമയം കേസിലെ തൊണ്ടി സാധനങ്ങളുടെ ഫോറൻസിക് പരിശോധനാ ഫലം വൈകുന്നത് കോടതിയിൽ കുറ്റപത്രം നൽകുന്നത് വൈകിപ്പിക്കുകയാണ്. കോഴിക്കോട്ടെ റീജിയണൽ കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറിയിലെ RCEL ജീവനക്കാരുടെ കുറവും പരിശോധനാ യന്ത്രങ്ങളുടെ കാലപ്പഴക്കം മൂലമുള്ള കൃത്യതയില്ലായ്മയുമാണ് പരിശോധനാ ഫലം വൈകുന്നതിന് കാരണം. ജനം, കോഴിക്കോട്.